ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ പാടവും തോടും പാടത്തെ കൃഷികളും അങ്ങനെ കുറച്ച് നാട്ടുമ്പുറം കാഴ്ചകൾ കാണിച്ചു തരട്ടെ. ഇത് നെൽകൃഷി ചെയ്യുന്ന പാടാണേ. കൃഷിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ദേ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും, വെള്ളം കയറും, മീൻ വരും, അങ്ങനെ അങ്ങനെ നല്ല രസമാണ്. നാട്ടുമ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പാടവരമ്പത്തൂടെയൊക്കെ നടക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. എവിടെ നോക്കിയാലും പച്ചപ്പ്. അല്ലേലും നമ്മുടെ ഈ കേരളത്തിൻ്റെ ഹരിതാപം പച്ചപ്പൊക്കെ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമല്ലേ. ദേ ഇതൊരു ചെറിയ തോടാണേ. ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള തോടാണ്. ഇപ്പോൾ വലിയ വെള്ളമൊന്നുമില്ല, പക്ഷെ മഴക്കാലം ആയിട്ടുണ്ടെങ്കിലേ ഇവിടെ നല്ല പോലെ വെള്ളം കയറും. കുറേ മീനുകളും വരും. പിന്നെ ചൂണ്ടക്കാരായി വലയിടുന്നവരായി അങ്ങനെ ബഹളമാണ്. പണ്ടൊക്കെ വെക്കേഷനായ ഇതുപോലുള്ള തോട്ടിൽ വന്നിട്ട് കുളിക്കലും ചൂണ്ടയിടലും അങ്ങനെ ബഹളമായിരിക്കും കുട്ടികൾ. ഇപ്പം ആർക്കല്ലേ ഇതിനൊക്കെ നേരം. നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേ പയർ കൃഷിയാണ് ഇവിടുത്തെ മെയിൻ. നെല്ലെല്ലാം കൊയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരമ്പത്തും പാടത്തും ഒക്കെ കൃഷിയിടുന്നവരുണ്ട് കേട്ടോ. മെയിനായിട്ട് പയറാണ്. ദേ ആ കാണുന്ന വരമ്പ് കണ്ടോ, അവിടെയൊക്കെ മൊത്തം പയർ കൃഷി ചെയ്തിട്ടിരിക്കുക കേട്ടോ. ഇങ്ങനത്തെ നാടൻ പയർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ എവിടെ നിന്ന് മേടിക്കുന്ന പയറിനും ഇത്രയും രുചി ഉണ്ടാവില്ല. ഈ കാണുന്ന തോടുണ്ടല്ലോ, നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഈ തോട് നല്ല പോലെ നിറയും. നിറയുമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നിറയും. പിന്നെ പാടം ഏതാ തോടേതാ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഒരുപാട് മീൻ കയറും കേട്ടോ ഇതിൽ. കഴിഞ്ഞ കൊല്ലം നിറയെ സിലോപ്പി ഉണ്ടായിരുന്നു, നല്ല മുഴുത്ത സിലോപ്പികൾ. സിലോപ്പി മാത്രമല്ല കേട്ടോ, മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ വേറെ ഒരുപാട് മീനുകളുണ്ടാവും. വരാൽ, കുറുവ, അങ്ങനെ കുറേ. രാത്രി കാലങ്ങളിൽ ടോർച്ചൊക്കെ തെളിച്ച് ആളുകൾ മീൻ പിടിക്കാൻ ഇറങ്ങും. ഇവിടെ അതിന് ഊത്ത പിടിക്കാൻ ഇറങ്ങാമെന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? ഇതേ കണ്ടോ, നിറയെ നല്ല നാടൻ പയറുകളുണ്ടായി നിൽക്കുന്നത്. ഇതൊക്കെ ഇനി മൂത്ത് കഴിയുമ്പോൾ പറിച്ചെടുക്കും. ദേ ഈ പൂ കണ്ടോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിക്കവാറും നാട്ടും പ്രദേശത്തുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ ഓണക്കാലം ആവുമ്പോൾ പാടത്തും പറമ്പിലൊക്കെ ഇറങ്ങും. ദേ ഇതുപോലെ കുറേ പൂക്കളൊക്കെ പറിച്ച് ഓണത്തിന് പൂക്കളം ഇടാനായിട്ട്. നല്ല ഭംഗിയല്ലേ ഈ പൂ കാണാൻ. ഈ പൂവിൻ്റെ പേരെന്താണെന്നറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ദേ ഈ പാടം കണ്ടോ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തുള്ള പാടാണ്. ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും പിന്നെ എപ്പോഴൊക്കെ ബോറടിക്കുന്നോ ചുമ്മാ പ്രകൃതിയൊക്കെ കാണാൻ തോന്നുന്നോ അപ്പോഴൊക്കെ ദേ ഇവിടെ വന്നിരിക്കും. നല്ല രസമല്ലേ. പാടത്തോട്ട് ചാഞ്ഞൊരു മാവും ഉണ്ട് കേട്ടോ. മാങ്ങയൊക്കെ പറിച്ച് പാടത്തിൻ്റെ കരയിലിരുന്ന് മാങ്ങയൊക്കെ കഴിച്ച് പിന്നെ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് വന്ന് എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം അങ്ങ് കഴിയും. ദേ ഈ സൂര്യൻ അങ്ങ് ചക്രവാളത്തിലോട്ട് പോകുന്നില്ലേ, അതിങ്ങനെ നോക്കിയിരിക്കും. ഞങ്ങൾക്കതൊന്നും കാണാൻ കന്യാകുമാരി വരെ പോകേണ്ട കാര്യമില്ല. ഈ പാടത്തിൻ്റെ കരയിൽ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി.